വെൽക്കം ടു റോഷ്നി'സ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലോ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് സാൻഡ്വിച്ചസ് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ബനാന സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ ഇതും കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സാൻഡ്വിച്ച് ആണ്. കാരണം കുറച്ച് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇനി പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പാത്രം കാലിയാക്കി തരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ചോക്ലേറ്റ് ബനാന സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ബനാന സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിന് മുകളിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചോക്ലേറ്റ് സോസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോക്ലേറ്റ് സോസ് ഇല്ല, ചോക്ലേറ്റ് സിറപ്പ് ആണെങ്കിൽ അത് കുഴപ്പമില്ല. അതുമല്ല നിങ്ങളുടെ ന്യൂട്ടെല്ല ഉണ്ടെങ്കിലുണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ എന്ത് തന്നെയാണെങ്കിലും എന്ത് സിറപ്പോ സോസോ അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ന്യൂട്ടെല്ല ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ചോക്ലേറ്റ് സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചോക്ലേറ്റ് സോസ് ആണെങ്കിലും സിറപ്പ് ആണെങ്കിലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബ്രെഡ് സ്ലൈസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അടുത്ത ബ്രെഡ് സ്ലൈസ് കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഈ ബ്രെഡിലേക്ക് നമുക്ക് അതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ പൂവമ്പഴം ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് മുകളിലായിട്ട് നമുക്കത് വെച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്തിട്ടില്ലേ ബട്ടറും ചോക്ലേറ്റും, അതും ഇതിന് മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താണ്ടല്ലോ നല്ല കിഡിലൻ സാൻഡ്വിച്ച് റെഡിയാക്കി കിട്ടും നമുക്ക്. അപ്പൊ ഇതുപോലെ നമുക്ക് അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ചോക്ലേറ്റ് ബനാന സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിക്കോട്ടെ, നമുക്ക് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചേർത്ത ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിന്റെ ഒരു സൈഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിന്റെ രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിഡിലൻ ചോക്ലേറ്റ് ബനാന സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് ബനാന സാൻഡ്വിച്ച് അടിപൊളിയായിട്ടില്ലേ? അപ്പൊ സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.